അടുത്തത് മൂന്നാമത്തെ ടൈപ്പ് ചോപ്പർ ബാറാണ്. ചോപ്പർ ബാർ എന്ന് പറയുന്നത് ഇവിടുത്തെ പേപ്പർ വന്നിട്ട് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും. അതായത് എന്തെങ്കിലും ഇതുകൊണ്ട് ഒരു പ്രസ് വന്നിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് അതിൻ്റെ മേലിൽ അത് പതിയുന്നത് പോലെ ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടെ പേനയുടെ പോയിന്റിൽ വന്നിട്ട് എന്താണ് ഒരു വി ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പേപ്പർ വന്നിട്ട് പ്രഷർ സെൻസിറ്റീവ് പേപ്പർ ആയതുകൊണ്ട് നമ്മളുടെ എന്താണ് ഇൻഫർമേഷൻ വരുന്നത് ആ പേനയിൽ കൂടി വരുമ്പോഴത്തേക്കും ആ പേന എന്ത് ചെയ്യുന്നത് കഴിഞ്ഞാൽ വരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ആ പേപ്പറിൽ വന്നിട്ട് പ്രസ്സിങ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിക്ക് എന്താ റെക്കോർഡിങ് ചെയ്യുന്നതാണ് ചോപ്പർ ബാർ ടൈപ്പ് എന്ന് പറയുന്നത്. നാലാമത്തെ ടൈപ്പ് വന്നിട്ട് ഇലക്ട്രിക് സ്റ്റൈലസ് മെത്തേഡ് എന്നാണ്. ഇലക്ട്രിക് സ്റ്റൈലസ് മെത്തേഡിനകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് കറണ്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് കറണ്ട് വരുന്നത് വെച്ചിട്ട് പേനയിൽ വന്നിട്ട് കറണ്ട് വരുന്നത് വെച്ചിട്ട് പേപ്പറിൻ്റെ മേലിൽ വന്നിട്ട് മാർക്കിംഗ് നടക്കുന്നതായിരിക്കും. ഇത് അഞ്ചാമത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് കഴിഞ്ഞാൽ വോൾട്ടേജ് സിഗ്നലായിരിക്കും നമുക്ക് എന്ത് സ്റ്റൈലസിനകത്ത് വരുന്നത്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേപ്പറിൻ്റെ മേലിൽ മാർക്കിംഗ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ടൈപ്പുകളിലൊക്കെ പേപ്പർ വന്നിട്ട് പ്രത്യേകിച്ച് കറണ്ട് സെൻസിറ്റീവ് പേപ്പർ ആയിരിക്കണം, മറ്റേത് വോൾട്ടേജ് സെൻസിറ്റീവ് പേപ്പേഴ്സൊക്കെ ആയിരിക്കണം. ആറാമത്തെ ടൈപ്പ് ഓപ്റ്റിക്കൽ മാർക്കിംഗ് മെത്തേഡ്. ഓപ്റ്റിക്കൽ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ യൂസ് ദ ലൈറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ വന്നിട്ട് എന്താണ് ലൈറ്റ് സെൻസ് ചെയ്യുന്ന ഒരു പേപ്പറൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് വരുന്ന സ്റ്റൈലസിൽ നിന്ന് വരുന്നത് എന്ന് പറയുന്നത് ഇങ്ക്ക്ക് പകരം നമ്മൾ ലൈറ്റ് സോഴ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ആകുന്നത്. ആ ലൈറ്റ് നമ്മളുടെ പേപ്പർ എന്താണ് ഫോട്ടോ സെൻസിറ്റീവ് പേപ്പർ ആയിരിക്കണം. അപ്പോൾ ലൈറ്റ് അതിൻ്റെ മേലിൽ വീഴുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്താണ് റെക്കോർഡിംഗ് വന്നിട്ട് നടക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് ലാസ്റ്റ് സിസ്റ്റമാണ് ട്രേസിംഗ് സിസ്റ്റം. ട്രേസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പെന്നിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ട്രേസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് എന്താണ് ഒരു പടത്തെ വന്നിട്ട് പേപ്പറിൻ്റെ മേലിൽ വെച്ചിട്ട് ട്രേസ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് കർവി ലീനിയർ സിസ്റ്റം ഉണ്ട്, റെക്റ്റി ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. കർവി ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവും തന്നെ പറഞ്ഞാൽ മനസ്സിലായില്ലേ, എന്താണ് വളഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത് അല്ലേ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പെണ്ണെന്ന് ഉദ്ദേശിക്കുന്നത് വന്നിട്ട് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ് വരുന്ന ഒരു ടൈപ്പായിരിക്കും. അതായത് നമ്മളുടെ എന്താണ് സാധാരണ ഗാൽനാമീറ്ററിലൊക്കെ പോയിൻ്റർ മൂവ്മെൻറ്റ്സ് ആകുന്നില്ലേ, അത് കേർവ്ഡ് ആയിട്ടായിരിക്കും എല്ലാം മൂവ്മെൻറ്റ്സ് ആകുന്നത്. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് തന്നെയാണ് കർവി ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് റെക്റ്റി ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെൻ മൂവ്മെൻറ്റ് ആകുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ആയിട്ടായിരിക്കും മൂവ്മെൻറ്റ്സ് ആകുന്നത്. ലീനിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LVDT ഒക്കെ പറയുന്നില്ലേ, LVDTയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് ആണ്, കേർവിങ് അല്ല, ഗാൽനാമീറ്റർ പോലെയുള്ള മൂവ്മെൻറ്റ്സ് അല്ല. അപ്പം അങ്ങനത്തെ ട്രേസിങ് ചെയ്യുന്നതാണ് നമ്മൾ റെക്റ്റി ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ.